ആ ചിക്കൻ വെച്ച പാത്രമൊന്നും പിന്നീട് വേറെ ഇതിനൊന്നും യൂസ് ചെയ്യില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രം എടുക്കുമ്പോൾ ആ പ്രശ്നം വരില്ലല്ലോ. പണ്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പും ഞങ്ങളുടെ വീട്ടിൽ ചിക്കനൊന്നും അങ്ങനെ വാങ്ങാറൊന്നുമില്ല. അമ്മ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചു തരും, ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തരും. പക്ഷേ വീട്ടിൽ വെക്കൽ വളരെ കുറവാണ്. ഇതുപോലെ അച്ഛൻ ഗൾഫിലായിരുന്നുകൊണ്ട് അച്ഛൻ നാട്ടിൽ വരുന്ന സമയത്തൊക്കെയാണ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറ്. അതും വളരെ കുറവ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ നോൺ വെജ് ഉണ്ടാക്കാൻ തീരെ അറിയില്ല. അപ്പോൾ ഇത് ലിഷ്യസ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ ചിക്കൻ വാങ്ങിച്ചതായിരുന്നു. നമുക്കറിയില്ല, ബോൺലെസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ബോണോട് കൂടിയിട്ടുള്ളതായിരുന്നു. അപ്പം ഇനി ബോണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ചിക്കനൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് നോക്കി വാങ്ങിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഈ ഡേ ആയിട്ട് നിത്തു കിത്തു 2 പേരും കഴിച്ചു തുടങ്ങി ഇപ്പോൾ ചിക്കൻ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ 4 പേര് കഴിക്കും, ഹസ്ബൻഡും കഴിക്കില്ല, അമ്മയും കഴിക്കില്ല. അപ്പം നമുക്ക് 4 പേർക്കും അടിച്ചു പൊളിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ചിക്കൻ കറി പ്ലാൻ ചെയ്തത്. പിന്നെ ഞാനും അച്ഛനും കൂടി കുക്കിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും ഞാനൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടായിരുന്നത്. അച്ഛൻ ഇതുപോലെ വെക്കാറൊന്നുമില്ല. അച്ഛന് ഇങ്ങനെ നാട്ടിലും അമ്മ കഴിക്കാത്തതുകൊണ്ട് അച്ഛനായിട്ട് അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറൊന്നുമില്ല. എത്ര പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല അത്ര. അമ്മ പറയാറുണ്ട് വാങ്ങിച്ച് കഴിച്ചൂടെ എന്നൊക്കെ ചോദിച്ചാലും അച്ഛൻ ചെയ്യാറില്ല. അത് സത്യം തന്നെ കേട്ടോ. നമുക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യാൻ നമുക്കൊരിക്കലും തോന്നില്ല. ഇവിടെ ഇപ്പോൾ ഇവരാരും കഴിക്കാത്തപ്പോൾ ഞാൻ ട്രൈ പോലും ചെയ്യാറില്ല. എനിക്ക് ചിക്കൻ ഇഷ്ടമാണ്. എനിക്ക് മുമ്പൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കും, ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും. അങ്ങനെ കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു പതിവ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഏകദേശം ഒരു 5-6 മാസമൊക്കെ ആയിട്ടാണ് നിത്തുവും കിത്തുമൊക്കെ ചിക്കനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാട്ടി തുടങ്ങിയത്. മണം അമ്മയ്ക്ക് അധികം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ റൂമിലാക്കിയിട്ട് ടിവിയും വെച്ച് കൊടുത്ത് ഞങ്ങൾ മാത്രമായിരുന്നു അടുക്കളയിൽ നിന്ന് പണി ചെയ്യണ്ടായിരുന്നത്. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണു, അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യണു. അച്ഛൻ വീഡിയോ എടുക്കണം നോക്കിയൊന്നും നിൽക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കും അച്ഛൻ എന്തെങ്കിലും ചെയ്യണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കട്ടെ അച്ഛന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ ശരി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. പൊതുവെ എൻ്റെ അമ്മയ്ക്കൊന്നും വീഡിയോയിൽ വരണതൊന്നും തീരെ ഇഷ്ടമില്ല. അമ്മേനെ എടുക്കണ്ടെന്നാണ് എപ്പോഴും പറയാറ്. ഞാനാണ് പിന്നെ നിർബന്ധിച്ചിട്ടും അമ്മ അറിയാണ്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാറ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചിക്കനോ അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ ഏത് കറിയാണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അത് കണ്ടിട്ടാണല്ലോ നമ്മൾ പഠിക്കുക. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല ഈ ചിക്കൻ്റെയും ഒക്കെ കാര്യത്തിൽ. മീനൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ നോക്കി നിൽക്കാറൊന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് നോൺ വെജ് ഒരു ഐറ്റം പോലും ശരിക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെറുപ്പം തൊട്ടേ മീനോ ഇറച്ചിയോ ഒന്നും വെച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കിത്തൂനൊക്കെ ആണെങ്കിൽ മീനിൻ്റെ മണം തന്നെ ഇഷ്ടമില്ല. ഇപ്പോഴും അവൾ മീൻ വറുക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റൂമിൽ അടച്ചിരുന്ന് അവളുടെ ലഞ്ച് അവൾ റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് കഴിക്കാറ്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ നിർബന്ധമായിട്ട് ഇപ്പോൾ വാങ്ങിച്ചു തുടങ്ങി. കാരണം അവർക്കായാലും അയഡിൻ്റെ ഇതും ഒമേഗ ഫാറ്റി ആസിഡൊക്കെ വേണമല്ലോ. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് വറുത്തിട്ട് ഇടാല്ലേ. അപ്പോൾ അതൊന്ന് നിർബന്ധിച്ച് കൈക്കൂലിയൊക്കെ കൊടുത്ത് കുറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് നിത്തുവിനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മീൻ കഴിപ്പിക്കാൻ ശീലിപ്പിച്ചു. കഴുകി ഒഴിക്കല്ലേ. എന്തോ വാങ്ങി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ 1-2 പ്രാവശ്യം ഞാൻ മീൻ വറുത്തതൊക്കെ കൊടുത്തപ്പോൾ അവൾക്ക് പതുക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. പക്ഷെ കിത്തു ഇതുവരെ നമ്മുടെ അടുത്തേക്ക് അടുത്തിട്ടില്ല ഈ ഒരു കാര്യത്തിൽ. പക്ഷെ എന്തുകൊണ്ടോ ചിക്കൻ അവൾക്ക് നാട്ടിൽ വെച്ചിട്ടൊക്കെ കഴിച്ചിട്ടും ഒക്കെ എങ്ങനെയൊക്കെയോ ഇഷ്ടമായി. അതിന് ശേഷം പിന്നീട് ഹോട്ടലിൽ പോകുമ്പോൾ ഇപ്പം നോൺ വെജ് വേണമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്കൊരു സമാധാനമായി. നമ്മൾ വാങ്ങുമ്പോഴും എപ്പോഴും പനീർ, മഷ്റൂം അങ്ങനെ അങ്ങ് മാറി മാറി വാങ്ങണോടത്ത് ഇപ്പോൾ എനിക്കൊരു കമ്പനിക്ക് ചിക്കന് 2 പേരും കൂടിയിട്ട് ഇപ്പോൾ എനിക്ക് കമ്പനി തരാറുണ്ട്. അപ്പോൾ ആ ഒരു സമാധാനം ഉണ്ട്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ ചിക്കൻ വീട്ടിൽ കുക്ക് ചെയ്യുന്നതാണല്ലോ നല്ലത്, ഹെൽത്തി ആയിട്ട് ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഈയിടെയായിട്ട് ഞാൻ ഇങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് പതുക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്യാമെന്ന് എങ്ങനെയൊക്കെ പഠിക്കാൻ തീരുമാനിച്ചത്.
അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അവസാന ഘട്ടത്തിലേക്കായി. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വാങ്ങാൻ സമയമായി. അപ്പോഴേക്കൊക്കെ നല്ല വിശപ്പ് തുടങ്ങി മണം കേട്ടപ്പോഴേക്കും. അമ്മ ആണെങ്കിൽ വേഗം തന്നെ ഞങ്ങൾ പറഞ്ഞു ഈ മണം വരണതിന് മുമ്പ് അമ്മ കഴിച്ച് തീർത്തോളം പറഞ്ഞിട്ട് അമ്മേനെ വേറെ സ്ഥലത്തേക്ക് വിട്ടു കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭംഗി മുളക് പൊടിയുടെ ഭംഗിയത്. അമ്മ പറഞ്ഞു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ എരിവ് പറയും ഇത്രേ. വീഡിയോ കൂടെ കാണാൻ നല്ല ഭംഗിയില്ലേ. അച്ഛൻ സ്പെഷ്യൽ ചിക്കൻ കറി. അച്ഛനെ ഇത്ര ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാലേ പറ്റുള്ളൂ കേട്ടോ. അച്ഛൻ്റെ കൂടെ ഒരു കുക്കിംഗ് ഒക്കെ നടത്തിയപ്പോൾ മനസ്സിൽ ഭയങ്കര